ഹലോ അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ കുക്കിംഗ് ഒന്നല്ല, എന്നും നമ്മൾ കുക്കിംഗ് അല്ല ചെയ്യല്. ഇന്ന് നമ്മളെ വീട്ടുമുറ്റത്തുണ്ടായിരുന്ന കുറച്ച് പച്ചക്കറി ചിരങ്ങുണ്ട്, കുറച്ച് തോനുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അറക്കണ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടു നോക്കി. ഞാൻ ഒത്തു കാട്ടിയിട്ടില്ല. കോണി അങ്ങനെയുള്ള കോണിമ കയറി അല്ലാതെ കയറണം. തല നോക്കണം, അവിടെ മുട്ടു. അതിന് വേണ്ട, ഒരു സ്റ്റെപ്പ് കൂടി കയറി കളഞ്ഞാൽ സുഖമായി എടുക്കാൻ പറ്റുള്ളൂ. സിറാത്ത കോണിമെന്ന് വീണ് കയറേണ്ടി വരും. കോണിമെന്ന് വീണ സൈക്കിൾമെന്ന് വീണ ചെറിയ ഇരിക്കുന്ന കയറേണ്ടി വരും. കിട്ടൂല. നേരെ അടിയിൽ കളിച്ചില്ലല്ലോ, ഉള്ളിൽ കളിച്ചോട്ടാ മതിയോ? അവിടെ അവിടെ മൂന്നാലുണ്ട്. ഇത് താത്തി തരാം. നടക്കുക അത് വേണമെങ്കിൽ അങ്ങനെ മൂത്തിട്ടില്ല, മൂക്കായ പോയി മൂന്നില്ല. പച്ചല്ല പറഞ്ഞതേ കാര്യമില്ല. ഇത് വള്ളി ആദ്യം ഉണ്ടാക്കല്ലേ. ആ കേരിക്കള ഫുള്ള് കേരിക്കള അപ്പുറത്ത് കിട്ടണമെങ്കിൽ വേണം. ഞാനല്ല കത്തിയാണ് അതേ പറയണ്ടേ. കത്തിയുമ്പോ തട്ടി. അത് എനിക്ക് കഴിയൂല. മുടി എന്തെല്ലാം കൂടെ അതിന്റെ ഉള്ളിൽ കുടുങ്ങൂ. നിങ്ങളെന്നാക്കി അതങ്ങനത്തെ ഞാൻ പോയിട്ടാ എന്താ പറ്റിയ അടിന്നാണ് അതിന്റെ വേരിനെന്തോ പറ്റിയതെന്ന്. ഇവിടൊക്കെ കാഴ്ച തുടങ്ങിയതേ നിന്ന് ഇക്ക് കിടന്നു. എന്താണവലെ കൈപ്പങ്ങ വള്ളിക്ക 3 അർത്താളിങ്ങി അവിടെ 3 രണ്ടെണ്ണുള്ളത്. ഇതെല്ലാം ചേർക്കും പറഞ്ഞു. അടിക്ക് അതിന്റെ മുടി അങ്ങനെ ഇത് കുടുങ്ങിയിട്ട് ഞാൻ പിന്നെ അതിലെടുത്തത്. നിങ്ങളെ നിക്കണില്ല എന്തത് ഇതിങ്ങനെ ആവാൻ കാരണം എന്താ ഞാൻ പറഞ്ഞേ? ഇത് കാരണം ഇപ്പച്ചിയാണ് മേലേക്ക് പോയ വള്ളി ഒന്നായിട്ട് ബാത്തിന്റെ മേലെ പോയിക്കാണ്ട് പിന്നെ താൻ ചരങ്ങാത്തതാണ്. വള്ളി ഒന്നായിട്ടുണ്ട് വീണു, കുട്ടായിട്ട് വീണ്. അതില് പിന്നെ അതിന് ശേഷം ഇത് വലുതായിട്ട് എത്ര നീളം അതിന്റെ ഒപ്പമുള്ളതാണ്. അത് വലുത് എവിടെ അത് ആയിരത്ത് അല്ല അങ്ങേ ഭാഗത്ത് ഇതൊക്കെ വള്ളി പോയി തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ പിന്നെ വലിയ വണ്ണത്തിൽ വരുന്നില്ല. ഇവിടുന്ന് 2 മേലെ വാപ്പിന്റെ മേലുണ്ട്. നോക്കുക ഉള്ളിൽ കൊണ്ടുവച്ചത് ഇന്നത്തെ നമ്മുടെ വീട്ടിലെ പച്ചക്കറി കൃഷി ചെയ്തത് പച്ചക്കറികളൊക്കെ ആക്കുന്നുണ്ട്. പിന്നെന്താ തേങ്ങ മാത്രമേ. അപ്പോൾ നമ്മൾ ഈ വാർപ്പിൻ്റെ മേലത്തെ ചെരങ്ങിയും കൂടെ ഒന്ന് ഇറക്കട്ടെ. ഒക്കെ ഒരേ വള്ളീനെയാണ്. പിന്നെ നമ്മൾ അടുക്കള ഭാഗത്ത് കുഴിച്ചിട്ടത് നീളമില്ലാത്ത ചെരങ്ങയാണ് കേട്ടോ. അതാണ് മുണ്ടൻ ചെരങ്ങ എന്ന് പറഞ്ഞത് നമ്മളിപ്പച്ചി. അപ്പം ഈ ഭാഗത്ത് ഉള്ളത് നീളം ചെരങ്ങയാണ്. 2 സൈസ് ചെരങ്ങ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കുറേ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഈ ഭാഗത്ത്. നോമ്പിനൊക്കെ നമ്മൾ കുറേ അറുത്തിക്കണു. നമ്മൾ ഈ ഭാഗം ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മളെ പിന്നെ വീടിനോട് ചാരി തറനോട് അടുത്തിങ്ങനെ അങ്ങനെ ഒരു ചെറുതായിട്ട് ഇങ്ങനെ മണ്ണിട്ടിക്കാണ്ട് അവിടെ ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ നല്ലോണം ഉണ്ടായിട്ടുണ്ട്. ഇപ്രാവശ്യം നമുക്ക് കുറേ ഉണ്ടായിട്ടുണ്ട്. എല്ലാ പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കലുണ്ട്, കുറച്ചായാലും
ഒന്ന് ഉണ്ടാക്കലുണ്ട് കേട്ടോ. ചെരങ്ങ, വഴുതനങ്ങ, കയ്പങ്ങ, പയർ അങ്ങനത്തെ ഒക്കെ നമ്മൾ കുറച്ച് കുറച്ച് ഇങ്ങനെ ഉണ്ടാക്കലുണ്ട്. നമ്മളെ ആവശ്യത്തിന് നമുക്ക് നമ്മളെ മുറ്റത്ത് തന്നെ ഉണ്ടാക്കിയാൽ നല്ലതല്ലേ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കലുണ്ട്. ഇഷ്ടമാണ് ഉണ്ടാക്കുന്നത് ഇങ്ങനത്തെ ഒക്കെ. പിന്നെ നമുക്കിവിടെ കോഴിക്കളുണ്ടായതുകൊണ്ട് അറ്റിങ്ങളെ കോഴിക്കൂട്ടത്തെ മണ്ണ് കൊടുന്നിട്ടെടുത്താൽ നല്ല വളമിയാണ്. പിന്നെ അങ്ങാടിയിൽ നിന്ന് കൊടുന്ന് കാരണം അങ്ങനത്തെ വളമുണ്ടല്ലോ, ഇംഗ്ലീഷ് വളമ, അങ്ങനത്തെ ഇട്ട് കൊടുക്കലില്ല. നമ്മളെ കോഴിക്കാട്ടൻ മണ്ണ് തന്നെ ഇട്ട് കൊടുക്കൽ കേട്ടോ. അപ്പോൾ ഇതാ ചരിങ്ങയൊക്കെ നല്ലോണം ഉണ്ടായതൊക്കെ ഒന്ന് ഒന്നിച്ചാണ്ട് അറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നോമ്പ് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ അറക്കണത് കേട്ടോ. അതിൻ്റെ മുന്നേ നമ്മൾ നോമ്പിനൊക്കെ ഇടയിലടിയിൽ ഇങ്ങനെ അറുത്തിട്ട് എല്ലാവർക്കും കൊടുത്ത് അങ്ങനെയൊക്കെ ചെയ്തിരുന്നു കേട്ടോ. പിന്നെ നോമ്പിനൊന്നും ആർക്കും അങ്ങനെ ചെരങ്ങ വേണ്ടല്ലോ. ഞങ്ങളൊക്കെ അധികം നോമ്പിന് ഇവിടെ കഞ്ഞി ചെയ്യുന്നു, കുരരി കഞ്ഞി വെച്ച് കണ്ട് അങ്ങനെ അത് ചെയ്യുന്നു കേട്ടോ അധികം ഞങ്ങൾക്ക്. അപ്പോൾ കുട്ടികൾക്കൊന്നും ചെരങ്ങ ഇഷ്ടമല്ല. പിന്നെ ജ്യൂസ് അടിച്ചാൽ അത് മാത്രമേ ഇവിടെ പറ്റുള്ളൂ. അപ്പോൾ ഞാനിവിടെ അധികം ഉണ്ടാക്കിയാലേ എല്ലാവർക്കും കൊടുക്കുക. അത് നമുക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ എല്ലാവർക്കും കൊടുക്കുക. ഉണ്ടാക്കണ ആ പൂതി തന്നെ ഉള്ളൂ. അത് എന്നിട്ട് എല്ലാവർക്കും കൊടുക്കുക. തിന്നാൻ അത്ര ഇഷ്ടമില്ലെങ്കിലും എന്നാലും ഉണ്ടാക്കിയാലും അതൊരു നമുക്ക് നല്ല സന്തോഷമല്ലേ. നമ്മളെ പേരൻ്റെ മുറ്റത്ത് നിന്നുണ്ടാകുക എന്ന് പറഞ്ഞാൽ അതൊരു നല്ല രസം തന്നെയാണ്. അപ്പോൾ ഇതാ കുറേ അറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി താഴത്തും കൂടെ ഉണ്ട്, അതും കൂടെ ഇതിലേക്ക് നമ്മൾ എടുത്ത് വെക്കുക. എല്ലാം കൂടെ ഒന്ന് ഒന്നിച്ചിട്ട് അപ്പോൾ ബാക്കിയുള്ളവർക്ക് കൊണ്ട് കൊടുക്കണം കേട്ടോ. പിന്നെന്താ, നമ്മളെ വീഡിയോ കാണുന്ന കൂട്ടുകാർ നമ്മളെ വീഡിയോ കണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. ആ ലൈക്കൊന്ന് അമർത്തിക്കാണ്ട് നമ്മളെ ഷെയർ ചെയ്യുക. നമ്മളെ വീഡിയോ ഒക്കെ ഒന്നുണ്ട് നിങ്ങളെ കൂട്ടുകാർക്കും കുടുംബക്കാർക്കും ഒക്കെ ഒന്നുണ്ട് അയച്ച് കൊടുക്കി. ഒന്ന് നമ്മളെ വിജയിപ്പിച്ച് കാട്ടി നമ്മളെ ചാനലൊന്ന് കയറി കിട്ടിയാൽ മതിയെന്നു മക്കളെ. കുറേ അങ്ങനെ വീഡിയോ ഇടും, പക്ഷേ കയറാഞ്ഞാൽ പിന്നെ ഇങ്ങനെ മനസ്സിൽ എന്തോ പോലെ. അപ്പോൾ ഒന്ന് ഇടണ്ടേ ഇങ്ങനെ തോന്നട്ടെ. നിങ്ങൾക്ക് നിങ്ങൾ മുന്നിലേക്ക് എത്തിക്കണമല്ലോ വിചാരിച്ചിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ തന്നെ ഓരോ വീഡിയോ ഒക്കെ ഉണ്ട് ഒപ്പിച്ച് വരികയാണ്. പിന്നെ എന്നും കുക്കിംഗ് ആകുമ്പോൾ നിങ്ങൾക്കും തന്നെ കാണാൻ വലിയ രസമില്ല എന്ന് നമുക്ക് മനസ്സിലാണ്ട്. അതുകൊണ്ട് വ്യൂവേഴ്സൊക്കെ കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചെന്നാൽ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇതായിക്കോട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ എടുക്കുകയാണ്. പിന്നെ ഇനി അടുത്ത ദിവസം ഓരോ വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. ഇത് എത്ര ഉണ്ട് എണ്ണയ്ക്ക്? 15 15 പരിക്ക് കൊടുക്കാനുള്ളതുണ്ട്. പിന്നെ ഒറ്റ അക്കല്ലേ 15 ചേങ്ങ നമ്മളെ പേരൻ്റെ മുറ്റത്തുണ്ടാക്കിയത് നമുക്ക് അക്കുമ്പോൾ ഒരു രസമല്ലേ, തിന്നാൻ വലിയ രസമില്ല. എല്ലാവർക്കും കൊടുക്കുക, അതാ ഇഷ്ടം. ചെറുങ്ങ പോലെ വല്ലാതെ പോവില്ല. ചെറുങ്ങ ജ്യൂസ് അടിച്ചാൽ നല്ല രസമാണ്. ചെറുങ്ങ പാല്, ചെറുങ്ങ അത് വേവിക്കുക, എന്നിട്ട് പാലും കൂട്ടിയാണ്ട് അടിച്ച് കുറച്ച് ഏലക്കായും കൂടെ ഇട്ട് അപ്പം ഇത് എല്ലാവർക്കും ഒന്ന് കൊടുക്കണം. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ അതൊക്കെ തന്നെ. ചെരങ്ങ അറക്കണ വീഡിയോ. ചെരങ്ങ കുറേ ഉണ്ട്, അത് അറക്കുക. കയ്പങ്ങ ആയിട്ടുണ്ടായിരുന്നു, പക്ഷെ കയ്പങ്ങ ഉണ്ട്, അത് മൂത്തിട്ടില്ല. ഒന്നിപ്പോ കത്തിയിട്ട് പോന്നു. പിന്നെ കമ്പുണ്ട്. പിന്നെന്താ, വഴുതനങ്ങ തൈ ഉണ്ടായിരുന്നു, വഴുതനങ്ങ കാഴ്ചയുണ്ടായിരുന്നു, അതൊക്കെ പോയി. അതിൻ്റെന്നാവും കേടുന്നു. കമ്പുണ്ടായിട്ടുണ്ട്. കറണ്ടിക്ക പിന്നെ നാളെ കുറെ ഞാൻ വെച്ചോണ്ടിങ്ങി. അപ്പോൾ നമ്മൾ അതിൻ്റെ അടിയിൽ കൂടെ കുറച്ച് വിറക് ഉണ്ടാക്കിയിട്ടുണ്ട്. വിറക് പറഞ്ഞാൽ ഓലക്കൊടിയൊക്കെ ഒന്ന് വെട്ടിരിഞ്ഞ് മടലൊക്കെ വെട്ടി കഷ്ണങ്ങളാക്കിയിട്ട് അത് നമുക്ക് ഈ വിറകിൻ്റെ മേൽക്കൊന്ന് വെക്കാൻ വേണ്ടിയിട്ട് ഒക്കെ ശരിയാക്കിയിട്ട് തന്നതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കൊഴിഞ്ഞ് വീഴുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ 2 കമ്പി 2 ഭാഗത്തും അടിച്ചു തന്നതാണ്. അപ്പോൾ ഇങ്ങനെ മേൽക്ക് ഇങ്ങനെ നോക്കണം, നമ്മളെ മാങ്ങ മൂത്തക്കണമെന്ന് നോക്കണം. അപ്പോൾ മാങ്ങയൊക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത വീഡിയോ മാങ്ങൻ്റെ ഒരു വീഡിയോ, മാങ്ങ അറക്കണ വീഡിയോ ആയിട്ടൊക്കെ വരാം. പിന്നെ കുക്കിങ്ങും അതിൻ്റെ കൂടെ ചെയ്യാൻ നോക്കട്ടെ, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.